ആശ്രയഫം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം ലൗഡ് സ്പീക്കർ. അറിവിന്റെ ആഘോഷം. ഹേ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു ലൗഡ് സ്പീക്കർ. ലൗഡ് സ്പീക്കർ ഇന്ന് കൂടെയുള്ളത് RJ ശ്രീശാന്ത് ആണ്. നമ്മുടെയൊക്കെ സൗന്ദര്യത്തിന്റെയും ആരോഗ്യത്തിന്റെയും മുഖമുദ്രയാണ് നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് അല്ലേ? ഈ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ചും നമ്മുടെ ലൈഫ് സ്റ്റൈലിലെ ചേഞ്ചസ് കൊണ്ടും ചർമ്മ സംരക്ഷണം ഒരു വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി ഏത് പ്രോഡക്ട്സ് ആണ് ചൂസ് ചെയ്യേണ്ടത്, നമ്മുടെ സ്കിൻ പ്രോബ്ലംസ് എങ്ങനെ ഫലപ്രദമായി നമുക്ക് പരിഹാരം കാണാം തുടങ്ങിയവയെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണല്ലേ? അപ്പോൾ ഈ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കാൻ എന്നോടൊപ്പം ഒരു ഗസ്റ്റ് കൂടിയുണ്ട്. കൊല്ലം കിംസ് ഹോസ്പിറ്റലിലെ ഡെർമറ്റോളജിസ്റ്റ് ആയ ഡോക്ടർ രേഖ വിജയനാണ്. വെൽക്കം ഡോക്ടർ. അപ്പോൾ ഇന്നത്തെ കാലത്ത് നോക്കുവാണെങ്കിൽ ഇപ്പോൾ സ്കിൻ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരും ഒരുപാട് പേര് കൃത്യതയോടെ ചെയ്യുന്നുണ്ടല്ലേ? അപ്പോൾ ഈ ഒരു മാറ്റത്തെ ഡോക്ടർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒരു 10 years ബാക്കിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ പോലും പൊതുവെ ഒരു സ്കിൻ കെയർ ഇപ്പം മെയിൽ ആയാലും ഫീമെയിൽ ആയിട്ട് കൂടിയിട്ടുണ്ട്. അപ്പം പ്രൊപ്പോർഷനേറ്റ്ലി ഫീമെയിൽസിന് കൂടിയതുപോലെ തന്നെ മെയിൽസിലും കൂടിയിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തെ കാര്യം മെയിൻ ആയിട്ട് ബേസിക്കലി ആളുകൾ പണ്ടത്തേക്കാൾ എഡ്യൂക്കേറ്റഡ് ആണ്. അവർക്ക് ഇപ്പോൾ ഒരു സ്കിൻ കെയറിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാനുള്ളൊരു ശേഷിയുണ്ട്. രണ്ടാമത്തെ കാര്യം അവർ കൂടുതലായിട്ടും സ്കിൻ കെയർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കോസ്മെറ്റിക് കൺസേൺ, ഭംഗി എന്നതിനേക്കാൾ ഉപരി ഒരു പ്രിവെന്റീവ് സ്ട്രാറ്റജി ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആന്റി ഏജിങ് എല്ലാവർക്കും ചെറുപ്പമായിട്ടിരിക്കണം, അതിപ്പോ ആണായാലും പെണ്ണായാലും. മൂന്നാമത്തെ കാര്യം നമുക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ്. ഇപ്പൊ ആണുങ്ങൾക്കാണെങ്കിലും അവർക്ക് മുഖത്തൊരു മുഖക്കുരു വരുന്നത് അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ ഇഷ്യൂ വരുന്നത് പെണ്ണുങ്ങളെ പോലെ തന്നെ ആണുങ്ങൾക്ക് ഇപ്പൊ കഷണ്ടി കയറുന്നു. സ്കിൻ, ഹെയർ, നെയിൽസ് എല്ലാം അവിടെ ഒരു സെൽഫ് കോൺഫിഡൻസിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമായി. അതുകൊണ്ട് തന്നെ ആണുങ്ങളിൽ ഇത് ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് സ്കിൻ കെയർ എന്നുള്ളത് വന്നു തുടങ്ങിയിട്ടുണ്ട്. നാലാമതായിട്ട് സോഷ്യൽ മീഡിയ, പണ്ടത്തേക്കാളും ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ സ്കിൻ കെയറിനെ കുറിച്ച് റെഗുലർലി നമ്മൾ നോക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും ഒരുപാട് നമുക്ക് റിസോഴ്സസ് വരുന്നുണ്ട് സ്കിൻ കെയറിനെ കുറിച്ച് തന്നെ. നാലാമത് ആണുങ്ങൾ പൊതുവെ പെണ്ണുങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവരൊരു പൊല്യൂട്ടഡ് എൻവയോൺമെന്റ്, മിക്കവാറും ആളുകളും കമ്പയർ ടു ഫീമെയിൽസ് അവർ വർക്കിംഗ് എൻവയോൺമെന്റ് എപ്പോഴും ഒരു ഔട്ട് സൈഡ് ആയിരിക്കും. അവർ കൂടുതൽ അവരുടെ സ്കിൻ ഡാമേജ് ആയി പോകുന്നുണ്ട്. അപ്പൊ അവർക്ക് സ്വാഭാവികമായിട്ട് കെയറിങ്ങിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആക്സസിബിലിറ്റി കൂടി. ഇപ്പം എവിടെ ചെന്നാലും ഓൺലൈൻ മീഡിയയിൽ ഇഷ്ടം പോലെ ഫേസ് ക്രീംസ്, സെറംസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുടെ അവൈലബിലിറ്റി. പോരാത്തതിന് ഡോക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് ഓൺലൈൻ ഡോക്ടേഴ്സ് ഉണ്ട്, നോർമൽ ഡെർമറ്റോളജിസ്റ്റ് ഉണ്ട്. അതുപോലും സെക്സ് പോലെ തന്നെ ഇപ്പൊ ഫീമെയിലിനെ പോലെ തന്നെ മെയിൽ ഡോക്ടേഴ്സ്, ആണുങ്ങളുടെ കൺസേൺ പറയാനായിട്ട് മെയിൽ ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി. അപ്പൊ എവിടെ നോക്കിയാലും ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി, ഓൺലൈൻ പ്രൊഡക്ട്സിന്റെ അവൈലബിലിറ്റി, അത് എല്ലാം ഒരു ഫാക്ടർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആണുങ്ങളിലും സ്കിൻ കെയർ ഇഷ്ടം പോലെ കൂടുന്നുണ്ട്. ഇപ്പൊ പണ്ടൊക്കെയാണ് സ്കിൻ കെയർ ഒരു ഫെമിനിൻ ക്യാരക്ടർ ആണെന്ന് പറഞ്ഞിരുന്നത്, ഒരു സ്റ്റിഗ്മ പോലെ ഫീമെയിൽ ആണ് ഒരുങ്ങുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെ ആ ഒരു സ്റ്റിഗ്മ പോലും ഇല്ല. ആണുങ്ങളിലും സ്കിൻ കെയർ അല്ലെ പിന്നെ മെയിൽ പ്രൊഡക്ട്സ് എന്ന് തന്നെ പറഞ്ഞ സാധനങ്ങൾ ഇറങ്ങുന്നുണ്ട്. അപ്പൊ മാം, ഈ ഒരു സ്കിന്നിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഏതൊക്കെ ടൈപ്സ് സ്കിൻ ഉണ്ട് ആൻഡ് ഇതിന്റെയൊക്കെ ഫീച്ചേഴ്സ് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ശരി, അപ്പൊ ഒരു കോമൺ നമുക്ക് ലേമൻ ലാംഗ്വേജിൽ നമ്മൾ എപ്പോഴും പറയാം സ്കിൻ ടൈപ്സ് എന്ന് പറയുന്നത്. ഒരുപാട് പേരുടെ അടുത്ത് ഒന്ന് ചോദിക്കാറുണ്ട് എന്റെ സ്കിൻ എന്താണ്. അപ്പം ശരിക്കും അതൊരു പേഷ്യന്റ് തന്നെ അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സ്കിൻ ടൈപ്സ് ഒന്ന് നോർമൽ സ്കിൻ ആണ്, പിന്നെ ഓയിലി സ്കിൻ, ഡ്രൈ സ്കിൻ, സെൻസിറ്റീവ് സ്കിൻ, പിന്നെ ഉള്ള കോമ്പിനേഷൻ സ്കിൻ. അപ്പം നോർമൽ സ്കിൻ എന്ന് പറയുന്നത് എപ്പോഴും നല്ല ക്ലിയർ ആയിട്ടായിരിക്കും, അതിനകത്ത് ഭയങ്കര ഓവർ ആയിട്ടൊരു ഓയിൽ പ്രൊഡക്ഷനോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പിന്നെ രണ്ടാമത് ഓയിലി സ്കിൻ എന്ന് പറയുന്നത് അവിടെ കൂടുതലും ഒരു ടീ സോൺ, മെയിൻലി ഒരു ഫോർ ഹെഡ് അല്ലെങ്കിൽ നോ സ്കിൻ ഏരിയ ഭയങ്കര ഓയിലി ആയിരിക്കും. ഫേസ് ഓവറോൾ ഒരു ഓയിലി ആയിരിക്കും. നമ്മൾ ജസ്റ്റ് ഉറപ്പണീറ്റ് വരുമ്പോഴോ ഒരു ഡേ ഫുൾ ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലാവാൻ പറ്റും. അവരുടെ പോസ് ഒക്കെ മുഖത്തുള്ള ചീക്സിലുള്ള പോസ് ഇച്ചിലൂടെ എൻലാർജ്ഡ് ആയിരിക്കാം. അവർക്കൊരു ഗ്രീസി, എപ്പോഴും ഒരു ഗ്രീസി ഫീൽ ആയിരിക്കും. അവർ ആക്നെ പ്രോൺ ആയിരിക്കാം. ഒരു അഡ്വാൻറ്റേജ് ഓയിലി സ്കിന്നിനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവർ പെട്ടെന്ന് ഏജ് ആവാനുള്ള ചാൻസ് കുറവാണ്. കാരണം ഇതിപ്പോൾ നോർമൽ ഏജിങ് പ്രോസസിന്റെ ഭാഗം ഇത് ലേറ്റ് ആയിട്ടേ വരുള്ളൂ. മൂന്നാമത്തെ സ്കിൻ ഡ്രൈ സ്കിൻ ആണ്. അപ്പൊ അവിടെ എന്ന് വെച്ചാൽ ഭയങ്കര ഫ്ലേക്കി, റഫ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഒരു മോയ്സ്ചർ കുറഞ്ഞിട്ട് ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. നമുക്ക് യൂഷ്വലി എപ്പോഴും ഭയങ്കര സ്കിൻ ഇറിറ്റേഷൻ തോന്നിക്കൊണ്ടിരിക്കും, ഒരു വലിച്ചില് തോന്നുന്നു. അതാണ് ഡ്രൈ സ്കിൻ പറയുന്നത്. ഇത് രണ്ടും കൂടെ ഒരു കോമ്പിനേഷൻ ആണ് നമ്മുടെ കോമ്പിനേഷൻ സ്കിൻ ടൈപ്സ്. എന്ന് വെച്ചാൽ ബാക്കി ചീക്സ് ഒക്കെ ഡ്രൈ ആയിരിക്കും, സീ സോൺ മാത്രം ഭയങ്കര ഓയിലി ആയിട്ടിരിക്കും. അത് കോമ്പിനേഷൻ സ്കിൻ ആയിരിക്കും. നാലാമതുള്ള നോർമൽ സ്കിൻ ഞാൻ പറഞ്ഞ പോലെ ക്ലിയർ ആയിട്ടുള്ള എപ്പോഴും ഒരു ബാലൻസ് ചെയ്തിട്ട് ഒരു ഓയിലി പ്രൊഡക്ഷൻ, ഓയിലിയും അല്ല ഡ്രൈയും അല്ല, എപ്പോഴും നോർമൽ സപ്പിൾ ആയിട്ടിരിക്കുകയാണ്. അവിടെ ഒരു നോർമൽ മീഡിയം സൈസിലുള്ള പോസ് ആയിരിക്കും, അത് എൻലാർജ്ഡ് ഒന്നും ആയിരിക്കില്ല. ഒരു സ്മൂത്ത് ഈവൻ കോംപ്ലക്ഷൻ ആയിരിക്കും. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് പറഞ്ഞാൽ സെൻസിറ്റീവ് സ്കിൻ. എന്ത് പ്രൊഡക്റ്റ് ഇട്ടാലും ഇറിറ്റേഷൻ ഉണ്ടാക്കും. അത് ഇറിറ്റേഷൻ ചിലത് ഇച്ചിങ് ആയിരിക്കാം, ബേണിംഗ് സെൻസേഷൻ ആയിരിക്കാം, റെഡ്നസ് ആയിരിക്കാം. അപ്പൊ സെൻസിറ്റീവ് സ്കിൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡയഗ്നോസിസ് അല്ല, അത് പേഷ്യന്റ് തന്നെ പറയുകയാണ്. അവർക്കൊരു സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ അവർക്ക് തന്നെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് സെൻസിറ്റീവ് സ്കിൻ. എന്റെ സ്കിൻ സെൻസിറ്റീവ് ആണെന്ന് ഞാനൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴാണ് അറിയുന്നത്. ഇതാണ് ക്ലാസിക്കലി പറയുന്ന ടൈപ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഡെർമറ്റോളജിസ്റ്റ് പറയുന്ന സ്കിൻ ടൈപ്സ് എന്ന് പറയുന്നത് ഫിറ്റ്സ്പാട്രിക് ടൈപ്പിംഗ് എന്ന് പറയും. ഫിറ്റ്സ്പാട്രിക് വെച്ചിട്ട് സ്കിൻ ടൈപ്സ് ഓഫ് 1, 2, 3, 4, 5, 6 ഉണ്ട്. സ്കിൻ ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ വെരി പെയിൽ
ഭയങ്കര ഫെയർ സ്കിൻ ആയിരിക്കും. 6 എന്ന് പറഞ്ഞാൽ വെരി ഡാർക്ക്, അപ്പൊ ഡാർക്കസ്റ്റ് ടൈപ്പ് ഓഫ് സ്കിൻ ആയിരിക്കും. ഇതിനൊരു ഇൻ ബിറ്റ്വീൻ ഒരു 3 or 4 ആണ് നമ്മുടെ ഏഷ്യൻ സ്കിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ടൈപ്പിൽ വരും, 4 or 5 ആ ഒരു റേഞ്ചിൽ വരും. അപ്പൊ ഈ ടീ സോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഫോർഹെഡും നോസിന്റെ ആ ഒരു ഏരിയ ആണല്ലേ? ടീ സോൺ എന്ന് പറഞ്ഞാൽ ആ ഒരു ടീ ഭാഗമാണ്, ഫോർഹെഡ്, നോസ്, ചിഹ്നം താഴെ വരുന്ന ടീ എന്നത്, ടീ ആൽഫബറ്റ് ടി. അപ്പൊ അത് വെച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നമ്മുടെ ഓയിലി സ്കിൻ ആണോ അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ഒക്കെ ആണോ? നമുക്ക് പുറത്ത് എണീറ്റ് വരുമ്പോൾ, അല്ല നമ്മളിപ്പോ ഒന്നും വാഷ് ചെയ്തിട്ടില്ല, കുറച്ചേരം ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് മോർണിംഗ് എണീറ്റ് വരുമ്പോഴായിരിക്കും കൂടുതൽ അറിയുന്നത്. നല്ലൊരു ജസ്റ്റ് ഒരു വിഗറസ് ആക്ടിവിറ്റീസ് കഴിയുമ്പോഴായിരിക്കും അറിയുന്നത്. കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഐഡന്റിഫൈ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. സ്ത്രീകളുടെ സ്കിൻ ടൈപ്പിന് വെച്ച് ഒരുപാട് ഡിഫറൻസ് ഉണ്ടല്ലോ നമ്മുടെ പുരുഷന്മാരുടെ സ്കിൻ ടൈപ്പിന്. അപ്പോൾ സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരുടെ ചർമ്മ സംരക്ഷണം എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്? ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും സ്കിൻ ടൈപ്സ് അനാറ്റമി തന്നെ വ്യത്യാസമുണ്ട്. ആണുങ്ങളുടെ സ്കിൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു കോഴ്സർ ടൈപ്പ് ഓഫ് സ്കിൻ ആയിരിക്കും, അവർക്ക് തിക് സ്കിൻ ആണ്. അപ്പൊ ഒരുപാട് കൊളാജൻ എന്ന് പറഞ്ഞ തിക് സാധനം അവരുടെ സ്കിന്നിന്റെ ലെയറിലുണ്ട്. അപ്പൊ ഫീമെയിൽസിന്റെ സ്കിൻ ഇത്തിലൂടെ തിൻ ലെയർ ഓഫ് സ്കിൻ ആയിരിക്കും. അപ്പം തന്നെ നമുക്ക് ഒരു മാനേജ്മെന്റ് വരുമ്പം അതുപോലെ സ്കിൻ, ആണുങ്ങളുടെ സ്കിൻ ഇച്ചിലൂടെ ഓയിൽ പ്രോൺ ആയിട്ടുള്ള സ്കിൻ ആയിരിക്കും. പിന്നെ ഇതിലെ ചേഞ്ചസ് വരുമ്പോൾ ആണുങ്ങൾക്ക് ഒരു 20+ ഏജ് കഴിയുമ്പോൾ തൊട്ട് അവർക്ക് കൊളാജൻ അല്ലെ ബ്രേക്ക് ഡൗൺ, കൊളാജൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു സ്റ്റിഫ് ആയിട്ടുള്ള സ്കിൻ ഇരിക്കുന്നതിന്റെ സാധനം. അപ്പൊ കൊളാജൻ ബ്രേക്ക് ഡൗൺ അവർക്ക് ഒരേ റേറ്റിലായിരിക്കും പോകുന്നത്. പക്ഷെ ഫീമെയിൽസിന്റെ കാര്യം വരുമ്പോൾ ഒരു മെനോപോസ് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് റാപ്പിഡ് ബ്രേക്ക് ഡൗൺ ആയിരിക്കും കൊളാജൻ. അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് ഏജ്ഡ് ആവുന്നത്. 50+ ഫീമെയിൽ 50+ മെയിലിനെയും കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും ഫീമെയിൽ ആയിരിക്കും പെട്ടെന്ന് ഏജ്ഡ് ആവുന്നത്. പിന്നെ ഈ ഓയിൽ ഗ്ലാൻസ് കൂടുതൽ ആണുങ്ങളിലായിരിക്കും. പിന്നെ ആണുങ്ങൾക്ക് ഒരു പ്രത്യേകത വെച്ചാൽ അവരുടെ സ്കിന്നിനെ വീണ്ടും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അവർക്ക് ഫേസിൽ കൂടുതൽ ഹെയർസ് ഉണ്ട്, ബിയർഡ് ഏരിയയിൽ ഹെയർ ഉണ്ടായിരിക്കാം, മീശയുടെ ഏരിയ. അപ്പം ഒരു പ്രൊട്ടക്ഷൻ അവർക്ക് എക്സ്ട്രാ വരുന്നുണ്ട്, കൂടുതൽ ടാനിങ്ങിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ സ്കിൻ കെയറിൽ, ആണുങ്ങളുടെ സ്കിൻ കെയറിൽ അവർക്ക് ഒരു ഇത്തിരി എക്സ്ട്രാ ആയിട്ട് ഈ ഒരു ഓക്കെ ഈ പറഞ്ഞ ബിയർഡും മസ്റ്റാഷും പ്രൊട്ടക്റ്റീവ് ആണെന്ന് പറഞ്ഞാലും അവർക്ക് എക്സ്ട്രാ ബേർഡൻ വരുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഫീമെയിൽസിനെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി അവർക്ക് വീണ്ടും കെയർ ചെയ്യേണ്ട ഒരു ഏരിയ ആണ് ഷേവിംഗ് ഏരിയ. ഷേവിംഗിന്റെ കാര്യം, ഫോളിക്കുലൈറ്റിസ് വരാം, ഷേവിംഗ് കാരണം ഉണ്ടാകുന്ന ഇഷ്യൂസ്, ഇൻഗ്രോൺ ഹെയർസ് വരുന്നു. അങ്ങനെ ഒരു ഇഷ്യൂ ഫീമെയിലില്ല. കൂടുതൽ കൺസേൺ വരുന്നത് ഇങ്ങനെ ഒരു എക്സ്ട്രാ കെയർ അവർക്ക് ഷേവിംഗിന്റെ കാര്യത്തിൽ എടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പം ഈ ഫീമെയിൽസിന്റെ മെയിൽസിന്റെ സ്കിന്നിലുള്ള ഡിഫറൻസ് കാരണം തന്നെ അവർ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ വരാം. അപ്പം ഓവറോൾ നമുക്ക് കോമൺലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ റെജിമെന്റ്സ് എല്ലാം ഏകദേശം നോർമൽ തന്നെ, ബേസിക് സ്കിൻ കെയർ എല്ലാം സെയിം തന്നെ. പക്ഷെ ഈ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ എക്സ്ട്രാ ആയിട്ട് ഇപ്പൊ ഷേവിങ്ങിന് വേണ്ടി വരുന്ന സാധനങ്ങളിൽ ഷേവിങ്ങിന് ലുബ്രിക്കന്റ് അല്ലെങ്കിൽ ഷൂവിംഗ് കഴിയുമ്പോൾ ആഫ്റ്റർ ഷേവ് ക്രീംസ്, അങ്ങനെ കുറച്ച് എക്സ്ട്രാ കെയർ കൂടെ മെയിൽസിന്റെ കാര്യത്തിൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ ആക്ച്വലി ഒരു സാധാരണപ്പെട്ട ഒരു വ്യക്തി നമ്മൾ ദിവസവും നിർബന്ധമായും ചെയ്യേണ്ട വളരെ ബേസിക് ആയ സ്കിൻ കെയർ സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ഒരു ബേസിക് സ്കിൻ കെയർ റെജിമെന്റ് അല്ലെങ്കിൽ ഒരു മിനിമലിസ്റ്റ് പാറ്റേൺ ഓഫ് സ്കിൻ കെയർ എന്ന് പറയുന്നത് നമ്മുടെ കോവിഡ് ടൈമിലൊക്കെയാണ് വന്നു തുടങ്ങിയത്. അന്നേരം ആളുകൾക്ക് എക്സ്പോഷർ പുറത്തോട്ട് ഇല്ല, ഒരിടത്തോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്ക് നമ്മുടെ തന്നെ കെയർ നമ്മൾ തന്നെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഒരു ബേസിക് ഏറ്റവും മിനിമലി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ക്ലെൻസർ, അത് സോപ്പ് അല്ലാത്ത ക്ലെൻസറിനെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം സോപ്പ് ഫ്രീ ആയിട്ടുള്ള ക്ലെൻസേഴ്സ് ആയിരിക്കാം, ഫേസ് വാഷുകളായിരിക്കാം. കാരണം വെച്ചാൽ സോപ്പ് യൂസ് ചെയ്യുമ്പോൾ വീണ്ടും ഫേസ് കൂടുതൽ ഡ്രൈ ആവും. സോപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആൽക്കലൈൻ ആയിട്ടുള്ള സാധനം ആയതുകൊണ്ട് സോപ്പിനെ മാറ്റിയിട്ട് ക്ലെൻസേഴ്സ്, ഇതിന് ടൈപ്പ് ഓഫ് ക്ലെൻസർ യൂസ് ചെയ്യാം. രണ്ടാമത് എക്സ്ഫോളിയേഷൻ, നമ്മുടെ സ്കിന്നിലെ ഡർട്ടി ലെയറിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ, ഗ്ലൈക്കോളിക് ആസിഡ് പോലത്തെ സാധനങ്ങൾ വെച്ചിട്ടുള്ള എക്സ്ഫോളിയേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. ഒരു 2 or 3 times a week എക്സ്ഫോളിയേഷൻ. മൂന്നാമത് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട മോയ്സ്ചറൈസർ. അത് ഡ്രൈ സ്കിന്നിന് മാത്രമല്ല ഓയിലി സ്കിന്നിൽ മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാം. അത് എപ്പോഴും സ്കിന്നിനെ ഒന്ന് മോയ്സ്ചറായിട്ട് സട്ടിൽ ആയിട്ട് വെക്കാനായിട്ട്, ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാൻ, ഏജിങ്ങിനെ സ്ലോ ഡൗൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നാലാമതായിട്ട് ഒരു സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. സൺസ്ക്രീൻ ജസ്റ്റ് ഒരു സൺബേണിനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതല്ല, ഒരു ആന്റി ഏജിങ് പ്രോപ്പർട്ടി. അപ്പൊ ഒരു റെഗുലർ ആയിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന ഒരാൾക്ക് ഏജിങ് പ്രോസസ് എപ്പോഴും റിട്ടാർഡ് ചെയ്ത് ബാക്കിലേക്ക് 50 year ആയാലും ഒരു 40 yearന്റെ അപ്പിയറൻസ് വരുത്താൻ സൺസ്ക്രീൻ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് പറ്റും. അപ്പൊ ബേസിക് സ്കിൻ കെയർ സ്റ്റെപ്സ് ഇത്രയും മാത്രം. ഒരു എക്സ്ട്രാ ആയിട്ട് സ്കിൻ കെയർ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ലിപ് ബാംസ് യൂസ് ചെയ്യാം. ലിപ്സിലും സൺ എക്സ്പോഷർ വരുന്നുണ്ട്. അതുപോലെ തന്നെ അണ്ടർ ഐ ക്രീംസ്, നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യുന്ന ആൾക്കാരിലൊക്കെ ആണെങ്കിൽ കണ്ണിന്റെ സ്ട്രെയിൻ കാരണം ഐസ് പിഗ്മെന്റേഷൻ ഉണ്ടായിരിക്കാം. അപ്പം ഇതൊക്കെ എക്സ്ട്രാ ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്. സെറംസ്, നൈറ്റ് ക്രീംസ്, സെറംസ് യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കാം. റെറ്റിനോൾ ബേസ്ഡ് ക്രീംസ് യൂസ് ചെയ്യുമ്പോൾ ഒരു ആന്റി ഏജിങ് പോലെ യൂസ് ചെയ്യാം. ബേസിക്കലി യൂസ് ചെയ്യുമ്പോൾ ക്ലെൻസർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഇതാണ് ഏറ്റവും ബേസിക് സ്കിൻ കെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഈ സ്കിൻ കെയറിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കൺസേൺ ചെയ്യുന്ന ഒരു കാര്യം ഈ സൺസ്ക്രീൻ എങ്ങനെ ചൂസ് ചെയ്യുമെന്നൊരു പറയുന്നത് ഒരു വലിയ ഡൗട്ട് ആണല്ലേ. അപ്പോൾ ഹൗ ക്യാൻ വി ചൂസ് എ ബെറ്റർ സൺസ്ക്രീൻ? സൺസ്ക്രീൻ ചൂസ് ചെയ്യുന്നതിനും ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് യൂസ് ചെയ്യുന്നതിലും ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ചൂസ് ചെയ്യുന്നതിന് മാത്രമല്ല, അത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു, എടുത്തുകൊണ്ട് വെച്ചു, അത് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ സൺസ്ക്രീൻ നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം SPF നോക്കണം. എല്ലാവർക്കും SPF അറിയുള്ളൂ. പക്ഷേ SPFും അതുപോലെ തന്നെ PA പ്രൊട്ടക്ഷൻ ഫാക്ടർ, PA++ എന്നുള്ളൊരെണ്ണമുണ്ട്. അപ്പൊ PA3+ ഒക്കെ ഉള്ള സൺസ്ക്രീൻ ആണ് എപ്പോഴും ചൂസ് ചെയ്യേണ്ടത്. പിന്നെ SPF എത്ര കൂടുന്നോ അത്രത്തോളം പ്രൊട്ടക്ഷൻ കൂടുന്നു. ഒരിക്കലും ഒരു 100% പ്രൊട്ടക്ഷൻ ഒരു സൺസ്ക്രീനും തരില്ല. നമ്മളിപ്പം എത്ര SPF ആണെങ്കിൽ പോലും
ഒരു 99% പ്രൊട്ടക്ഷൻ മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പം SPF ആണ് ഫസ്റ്റ് ഫാക്ടർ നമ്മൾ നോക്കേണ്ടത്. പിന്നെ രണ്ടാമത് കോസ്മെറ്റിക്കലി അക്സെപ്റ്റബിൾ ആയിരിക്കണം. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് കോസ്മെറ്റിക്കലി അക്സെപ്റ്റബിൾ ആയിരിക്കണം സൺസ്ക്രീൻ. മൂന്നാമത്തെ കാര്യം എക്കണോമിക്കൽ ആയിരിക്കണം. അപ്പം ഭയങ്കര കോസ്റ്റ്ലി ഒരു സൺസ്ക്രീൻ മേടിക്കുമ്പോൾ നമ്മൾ ഒരു തവണ വാങ്ങിച്ചു നിർത്തുന്നു. അപ്പം ഒരു അത്യാവശ്യം മീഡിയം റേഞ്ചിലുള്ള സൺസ്ക്രീൻ നമുക്ക് നമ്മുടെ പോക്കറ്റിന് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യുമെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുള്ളൂ. നാലാമത് ബ്രോഡ് സ്പെക്ട്രം ആയിരിക്കണം. UVA കവറേജ് കിട്ടണം, UVB കവറേജ് കിട്ടണം. അതുകൊണ്ട് തന്നെ ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന സൺസ്ക്രീൻ ആയിരിക്കും എപ്പോഴും നല്ലത്. നാലാമത് പിന്നത്തെ കാര്യം ഇറിറ്റേഷൻ ഉണ്ടാക്കാത്തതോ അല്ലെ കൊമഡോജനിക്, ഇത് ഇട്ട് കഴിയുമ്പോൾ കുരുക്കൾ വരുമോ അല്ലെങ്കിൽ ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന സൺസ്ക്രീൻ ആയിരിക്കരുത് യൂസ് ചെയ്യുന്നത്. നമ്മുടെ സ്കിൻ ടൈപ്പിന് യോജ്യമായ ജെൽ ബേസ് ആണോ ക്രീം ബേസ് ആണോ നമ്മുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് വേണം സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ബ്രോഡ് സ്പെക്ട്രം കവറേജ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ സൺസ്ക്രീൻ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വാങ്ങിച്ചു വെച്ചാലും നമ്മൾ യൂസ് ചെയ്യുന്ന രീതിയുടെയാണ് ഇമ്പോർട്ടൻസ്. യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ അഡിക്വേറ്റ് ലിബറൽ ആപ്ലിക്കേഷൻ ഓഫ് സൺസ്ക്രീൻ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 2 mg/cm² AG ഇതാണ് ആപ്ലിക്കേഷൻ രീതി. പക്ഷെ നമുക്കിപ്പം അളന്നെടുത്ത് 2 mg എടുക്കാൻ പാടായിരിക്കും. അപ്പൊ നമ്മൾ ഒരു ഈസി വേ പറയുന്നതെന്ന് വെച്ചാൽ ഒരു ടീസ്പൂൺ നമ്മുടെ ചായയുടെ സ്പൂണിന്റെ 1/4 പാർട്ട് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഫേസും നെക്കും കംപ്ലീറ്റ് അപ്ലൈ ചെയ്യാനുള്ള സൺസ്ക്രീൻ ആവുന്നുള്ളൂ. പിന്നെ സൺസ്ക്രീൻ നമ്മളിപ്പോ ഇൻ കേസ് ഒരു ഫുൾ ബോഡി ആപ്ലിക്കേഷൻ പറയുകയാണെങ്കിൽ പോലും 30 to 33 ml ഓഫ് സൺസ്ക്രീൻ ഉണ്ടെങ്കിൽ മാത്രമേ ഫുൾ ബോഡി ആപ്ലിക്കേഷൻ. പിന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു 15 minutes ബിഫോർ സൺ എക്സ്പോഷർ ആണ് ഇടേണ്ടത്. കാരണം അതിന്റെ കെമിക്കൽസ് ഒന്ന് ആക്ടിവേറ്റ് ആവാനുള്ള സമയം. പിന്നെ റീ ആപ്ലിക്കേഷൻ എവറി 2 to 3 hours പറയുന്നുണ്ട്. ഈവൻ ആഫ്റ്റർ സ്വിമ്മിങ് നമ്മൾ അല്ലെങ്കിൽ നല്ലൊരു ആക്ടിവിറ്റിക്ക് ശേഷമൊക്കെ എന്തായാലും അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ റെഗുലർലി യൂസ് ചെയ്യുന്നതാണെങ്കിൽ എവറി 2 hours കൂടുമ്പോൾ അപ്ലൈ ചെയ്യുക. പ്രാക്ടിക്കലി എത്ര പോസിബിൾ ആവും എന്നറിയില്ല. പിന്നെ അടുത്ത കാര്യം സൺസ്ക്രീൻ എല്ലാം എക്സ്പോസ് ചെയ്ത് ഇപ്പൊ എല്ലാവരും ഇടുമ്പോൾ ഫേസിൽ മാത്രമായിരിക്കും. പക്ഷെ ഫേസ് മാത്രമല്ല, ചെവി, കഴുത്ത്, ഡ്രസ് ഇട്ട് കവർ ചെയ്യാത്ത അത്രയും ഭാഗം സൺസ്ക്രീൻ യൂസ് ചെയ്യാം. അപ്പൊ ഡ്രസ് എന്ന് പറയുന്നത് അല്ല അംബ്രല്ല അല്ലെ ഹാറ്റ്, ഇതെല്ലാം ഒരു ഫിസിക്കൽ സൺസ്ക്രീൻ ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. കാരണം ഇതെല്ലാം നമുക്ക് സൺ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. ഇതിട്ട് കവർ ചെയ്യാൻ പറ്റാത്ത ഓരോ ഭാഗം, ഇപ്പൊ കയ്യിലാണെങ്കിലും സ്ലീവ് ഇട്ട് കവർ ചെയ്യാത്ത അത്രയും ഭാഗവും സൺസ്ക്രീൻ യൂസ് ചെയ്യാം. പാദങ്ങളിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യാം. അത് ഡിപ്പെൻഡിങ് ഓൺ ടൈപ്പ്. നമ്മളിപ്പം കയ്യിലും കാലിലും ഒക്കെ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻസ് ലോഷൻ യൂസ് ചെയ്യാം. ഫേസിലേക്ക് ഡിപ്പെൻഡിങ് ഓൺ സ്കിൻ ടൈപ്പ് നമുക്ക് ക്രീമോ ജെല്ലോ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്പ്രേ ടൈപ്പ് സൺസ്ക്രീൻസ് ഉണ്ട്, ഹൈബ്രിഡ് സൺസ്ക്രീൻസ് ഉണ്ട്. പ്രിവെന്റ് സ്കിൻ ക്യാൻസേഴ്സ്. നമ്മളിപ്പം ഒരു ക്യുമുലേറ്റീവ് എക്സ്പോഷർ കുറേ വർഷങ്ങൾക്ക് ശേഷമുള്ള എക്സ്പോഷർ കഴിയുമ്പോഴത്തേനും ഓൾഡ് ഏജിൽ സ്കിൻ ക്യാൻസേഴ്സ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം അത് കുഞ്ഞിലേ തൊട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്ത് വരുന്ന ഒരാളിൽ സൺ എക്സ്പോഷർ യൂഷ്വലി പ്രൊട്ടക്റ്റീവ് സൺസ്ക്രീൻ വളരെ പ്രൊട്ടക്റ്റീവ് ആയിരിക്കും സ്കിൻ ക്യാൻസേഴ്സിനെ പ്രിവെന്റ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ മാം നമ്മൾ ഈ സ്കിൻ കെയർ അല്ലെങ്കിൽ ഈ സ്കിൻ പ്രോബ്ലംസ് പറയുമ്പോൾ അതിൽ ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ ഏജിംഗ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലേ? അപ്പൊ ഈ പ്രായം കൂടുമ്പോൾ ചർമ്മത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോംവഴി ഇതിനു വേണ്ടിയുണ്ടോ? ഓരോ ഏജ് കഴിയുമ്പം സ്കിന്നിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ഏകദേശം മെയിൽസിലും ഫീമെയിൽസിലും ഒരുപോലെ തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്കിന്നിൽ ഒരു കൊളാജൻ എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് ഉണ്ട്. കൊളാജൻ ആണ് സ്കിന്നിനെ നല്ല ഒരു ഫേം ആയിട്ട് നിർത്തുന്നത്. ഏജ് കഴിയുമ്പോഴും സ്കിന്നിൽ എലാസ്റ്റിസിറ്റിയും കുറയും, കൊളാജൻ കുറയുന്നു, അതിൻ്റെതായ ഒരു ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ മെയിൽസിൽ പെട്ടെന്ന് ഒരു കൊളാജൻ ബ്രേക്ക് ഡൗൺ വരുന്നു. ആ തിക്ക് സ്കിൻ എന്നുള്ളത് മാറിക്കൊണ്ട് വരിക. തിക്നെസ് ഉള്ള സ്കിന്ന് മാറി തിന്നാവുന്നു, സ്കിന്നിൽ റിങ്കിൾസ് വീഴുന്നു. അതല്ലെങ്കിൽ കൊളാജൻ ബ്രേക്ക് ഡൗൺ വരുമ്പോഴാണ് സ്കിന്നിൽ റിങ്കിൾസ് വരുന്നത്. പിന്നെ മെലനോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നോർമലി നമുക്ക് കറുപ്പ് തരുന്ന സെൽസ് നശിക്കുകയാണ്. ഇതിന്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കും പ്രായം കൂടുന്നതനുസരിച്ച്. അങ്ങനെ കുറയുമ്പോൾ നമ്മുടെ സ്കിന്നിന്റെ സെൻസിറ്റിവിറ്റി കൂടി, നമ്മൾ വെയിലിനോട്ട് പോകുമ്പോഴത്തേനും പെട്ടെന്ന് സൺബേൺസ് വരിക, അതൊരു കാര്യം. പിന്നെ സ്കിന്നിലെ പെട്ടെന്ന് ഡാർക്ക് സ്പോട്ടുകൾ വരാനുള്ള ഏജ് സ്പോട്സ് എന്ന് പറയും, സ്പോട്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അത് കാരണം എന്താ വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഫ്രീ റാഡിക്കൽസ് എന്ന് പറഞ്ഞാൽ ചീത്ത സാധനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് കാരണമാണ് ഈ ഡാർക്ക് സ്പോട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഏജിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്നത്. പിന്നെ നമ്മൾ ഏജിങ് വരുമ്പോഴത്തേന് നമ്മുടെ ബോഡിയിലുള്ള സ്വെറ്റ് ഗ്ലാൻഡ്സ്, വിയർപ്പിന്റെ ഗ്രന്ഥികൾ കുറയുന്നു, ബ്ലഡ് വെസൽസിന്റെ എണ്ണം കുറയുന്നു, രക്തക്കൊഴലുകൾ. അപ്പം ചെറിയ ചെറിയ ബ്ലഡ് വെസൽസ്, സ്കിന്നിന്റെ അടിയിലുള്ള രക്തക്കൊഴലുകൾ കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് അകത്തുനിന്നുള്ള ചൂട് വെളിയിലേക്ക് പോകുന്ന ആ ഒരു പ്രോസസ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചൂടിനുള്ള ടോളറൻസ് കുറയുന്നു, പെട്ടെന്ന് സൺബേൺ വരാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ വിയർത്ത് പോകുന്നില്ല, സ്വെറ്റ് ഗ്ലാൻഡ്സേ കുറയുവാണ്. ഇതൊക്കെയാണ് നോർമലി ഏജിങ് വരുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്. ഒന്ന് സ്കിൻ കെയർ, റെഗുലർ സ്കിൻ കെയർ ചെയ്യുമ്പോൾ, ഒന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവാനുള്ള ചാൻസ് കുറഞ്ഞു, സ്കിന്നിലെ ഡാമേജുകൾ വരുന്നില്ല. ഡയറക്ട്ലി സ്കിന്നിൽ നമ്മളുടെ വെയിൽ വന്ന് ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ അത്രത്തോളം ഇലാസ്റ്റിനും കൊളാജനും ഒക്കെ ഡിസ്ട്രോയ്ഡ് ആയിക്കൊണ്ടിരിക്കുക. നമുക്ക് നോർമൽ ബയോളജിക്കൽ ഏജിങ്ങും ഉണ്ട്, ഫോട്ടോ ഏജിങ്ങും ഉണ്ട്. നോർമലി പ്രോസസ് ഓഫ് ഏജിങ് വരുന്നതിനേക്കാളും വെയിൽ കൊള്ളുന്ന ഒരാൾക്ക് ഇത്രയോട് പെട്ടെന്ന് ഏജ്ഡ് ആവും. അവരുടെ സ്കിൻ ഭയങ്കര ചുളുങ്ങി ഒരു കോഴ്സ് ആയിട്ടുള്ള ഹാർഡനിങ് ആയിരിക്കും. അവരെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ചുളിവുകൾ ഇത്ര കട്ടി കൂടിയ ചുളിവുകളായിരിക്കും, ഫോട്ടോ ഡാമേജ് സ്കിന്നിൽ. അപ്പം അത്രത്തോളം
സൺ എക്സ്പോഷർ അവോയ്ഡ് ചെയ്യുന്നു ഏജിങ്ങിനെ പ്രിവെന്റ് ചെയ്ത് റിട്ടാർഡ് ചെയ്ത് വെക്കാൻ പറ്റും. അതൊരു കാര്യം. പിന്നെ റെഗുലർ മോയ്സ്ചറൈസർ എത്ര ചെറിയ ഏജ് തൊട്ട് കണ്ടിന്യൂസ്ലി ഓൾഡ് ഏജ് വരെ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ഹൈഡ്രേഷൻ നിലനിർത്താൻ പറ്റും. പിന്നെ മൂന്നാമതായിട്ട് എപ്പോഴും ഹെൽത്തി ഫുഡ്, അഡിക്വേറ്റ് ഹൈഡ്രേഷൻ, 3-4 ലിറ്റർ വെള്ളം നന്നായിട്ട് കുടിക്കുന്നത്, പിന്നെ സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുക, മെഡിറ്റേഷൻസ് ചെയ്യുന്നത്, അഡിക്വേറ്റ് സ്ലീപ്പ് എടുക്കുന്നത്, എപ്പോഴും നോർമലി നമ്മൾ ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നത്. അപ്പം നട്ട്സ് പോലത്തെ സാധനങ്ങൾ, അല്ലെങ്കിൽ അവോക്കാഡോ പോലത്തെ സാധനങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ നോർമലി ഉള്ള സിട്രസ് ഫ്രൂട്ട്സ്, ഓറഞ്ച്, നാരങ്ങ, ടൊമാറ്റോ പോലത്തെ ലൈക്കോപ്പീൻ ഉള്ള പ്രോഡക്ട്സ് കഴിക്കുന്നത്, വാട്ടർ കണ്ടന്റ് കൂടുതലുള്ള കുക്കുംബർ പോലത്തെ അല്ലെങ്കിൽ വെജിറ്റബിൾസ് മാത്രം കഴിക്കുക, സ്പൈസി ഫുഡ് ഒരുപാട് അവോയ്ഡ് ചെയ്യുക, ബേക്കറി ഐറ്റംസ്, ഈ പറയുന്ന ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫുഡുകൾ അവോയ്ഡ് ചെയ്യുക, എപ്പോഴും ഹെൽത്തി ഫുഡുകൾ മാത്രം കഴിക്കാൻ നോക്കുക. ഇതെല്ലാം കുറെ പ്രിവെന്റീവ് ആണ്. നാച്ചുറലി നമുക്ക് ഫുഡിൽ തന്നെ സൺസ്ക്രീൻസ് ഉണ്ടെന്നാ പറയുന്നത്, ഓറൽ സൺസ്ക്രീൻസ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ സ്കിൻ കെയറിന്റെ കാര്യം പറയുവാണെങ്കിൽ ഇപ്പൊ പല പുരുഷന്മാരും ഈ സ്കിൻ കെയർ ചെയ്യാൻ മടിക്കുന്നതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് പല തെറ്റിദ്ധാരണകളാണ്. ഇപ്പോൾ കേട്ടിട്ടുണ്ട്, ഈ ഇപ്പൊ എന്തെങ്കിലും ഒരു സ്കിൻ പ്രോബ്ലം ഉള്ള ഒരാളാണെങ്കിൽ പോലും അയാൾക്ക് സ്കിൻ കെയർ ചെയ്യാൻ പേടിയാണ്. കാരണം കെമിക്കൽസിന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു കണ്ടീഷൻ വേസ്റ്റ് സിറ്റുവേഷനിലേക്ക് പോകുമോ എന്നൊക്കെ ഒരു പേടി കാരണം അവർ യൂസ് ചെയ്യാതിരിക്കുന്നുണ്ട്. അപ്പൊ ആക്ച്വലി ഈ ഒരു പൊതുവെയുള്ള ഈ രംഗത്തിലെ തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ്? ഒന്ന്, സ്കിൻ കെയർ പൊതുവേ ഒരു ധാരണയുണ്ട്, സ്കിൻ കെയർ ആണുങ്ങൾക്കല്ല, ഒരു ഫെമിനിൻ ട്രെയിറ്റ് ആണ് എന്നുള്ളൊരു മിസ്കൺസെപ്റ്റ് ഇപ്പോഴും ഉണ്ട് ഭയങ്കരമായിട്ട്. പക്ഷെ അത് പൊതുവെ മാറി വരുന്നുണ്ട്, ഒരുപാട് ട്രെൻഡ്സ് മാറി വരുന്നുണ്ട്. പിന്നെ ആളുകൾ ചിന്തിക്കുന്ന സൺസ്ക്രീൻ എന്ന് പറയുന്നത് എനിക്ക് ആവശ്യമില്ല, അല്ലെ എല്ലാവർക്കും ആവശ്യമില്ല, അത് ഫീമെയിൽസിന് മാത്രമാണ്, അല്ലെങ്കിൽ എല്ലാ പ്രായക്കാരിലും ആവശ്യമില്ല. പക്ഷെ സൺസ്ക്രീൻ നെസസറി എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. അത് മെയിൽ ഫീമെയിൽ എന്നില്ല, സീസൺ പ്രത്യേകിച്ചില്ല. ഇപ്പൊ ഒരു ക്ലൗഡി ക്ലൈമറ്റ് ആണ്, നമ്മൾ ഊട്ടിയിലേക്ക് ടൂറിന് പോവുകയാണെങ്കിൽ പോലും സൺലൈറ്റ് എന്തായാലും ഉണ്ട്. അതിന്റെ ഇൻഫ്രാറെഡ് റേഡിയേഷനും അൾട്രാവയലറ്റ് റേഡിയേഷൻസും എല്ലാം താഴോട്ട് വരുന്നുണ്ട്. അപ്പം സൺസ്ക്രീൻസ് ഒരു ക്ലൗഡി ക്ലൈമറ്റിൽ പോയാൽ പോലും യൂസ് ചെയ്യണം. പിന്നെ ഒരു മിസ്കൺസെപ്റ്റ് വരുന്നത് ആക്നെ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ചെറുപ്പക്കാരിൽ വരുന്ന കാര്യമാണ്. അങ്ങനെയല്ല, അഡൽട്ട് ഓൺസെറ്റ് ആക്നെ പോലും ഉണ്ട്. അത് ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ഇത്രൂടെ കൂടുതലാണെന്നേ ഉള്ളൂ. ആണുങ്ങളിലും അഡൽട്ട് ഓൺസെറ്റ് ആക്നെ, പ്രായമായി അഡൽട്ട് ആയതിനു ശേഷം മുഖക്കുരു വരാറുണ്ട്. അതിൽ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവരുടെ സ്ട്രെസ് ആയിരിക്കാം, ചെറിയ ഹോർമോണൽ വേരിയേഷൻസ് ആയിരിക്കാം, അവരുടെ സ്കിൻ കെയർ കറക്റ്റ് ആവാത്തതായിരിക്കാം, അല്ലെങ്കിൽ ഫുഡിലുള്ള ഇംബാലൻസസ് ആയിരിക്കാം. ഇതെല്ലാം ഒരു കാരണമാണ്. പിന്നെ വരുന്ന സ്കിന്നിൽ ഡൗട്ട്ഫുള്ളി വരുന്നത് ഒരു മോയ്സ്ചറൈസർ, ഓയിലി, എനിക്ക് സ്കിൻ ഓയിലി ആണ്, മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെയല്ല, മോയ്സ്ചറൈസർ എപ്പോഴും ഒരു ഡ്രൈ സ്കിൻ ആയാലും ഓയിലി സ്കിൻ ആയാലും ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഒരുപാട് ഒരു മിസ്കൺസെപ്റ്റ് എന്ന് വെച്ചാൽ കോസ്റ്റ്ലി പ്രൊഡക്ട്സ് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ സ്കിൻ കെയർ ആവുന്നുള്ളൂ. അങ്ങനെയൊന്നുമില്ല. നമുക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്ത് പ്രൊഡക്റ്റും, എപ്പോഴും ഒരു ഡെർമറ്റോളജിസ്റ്റ് സജസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണെങ്കിൽ എപ്പോഴും പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്ത് പ്രൊഡക്ട്സും യൂസ് ചെയ്യാം. അതിപ്പോ കോസ്റ്റ്ലി ആയതുകൊണ്ട് മാത്രമേ കെയർ ആവുന്നുള്ളൂ എന്നില്ല. പിന്നെ ഒരുപാട് പേരും നാച്ചുറൽ പ്രൊഡക്ട്സ് എന്ത് ഭയങ്കര നല്ലതാണ്, നാച്ചുറൽ ഉള്ള സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. വീട്ടിലുള്ള നാരങ്ങ അല്ലെങ്കിൽ തൈര്, ഈ വക സാധനങ്ങൾ, അലോവേര, ഈ നാച്ചുറൽ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നത് നല്ലതല്ല. കാരണം വെച്ചാൽ നാച്ചുറൽ പ്രൊഡക്ട്സ് ഡയറക്ട്ലി സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ റിയാക്ഷൻസ് ഉണ്ടാകാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. നമ്മൾ പ്രാക്ടിക്കലി കാണുന്നത് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ അതൊരു പ്രൂവൺ സാധനമല്ല. ചിലരിൽ വരാതിരിക്കാം, പക്ഷെ വരാനുള്ള പോസിബിലിറ്റി ഒരുപാട് കൂടുതലാണ്. നാച്ചുറലി മഞ്ഞളെടുത്ത് മുഖത്തിടുന്നു, അത് ഡയറക്ട്ലി ഇറിറ്റേഷൻ ഉണ്ടാക്കും. അല്ലെ അലോവേര, അതിനകത്തൊരു കറ പോലൊരു സാധനം ഉണ്ട്, ഇത് കാരണം തന്നെ ഇറിറ്റേഷൻ ഉണ്ടാക്കാം. ഇതൊരു റിയൽ ലൈഫ് ഇൻസിഡന്റ്. ലൈക്ക് ഞാനൊരു അലോവേര എന്റെ അമ്മ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്ത് ഫേസ് നോക്കി, പക്ഷെ ഭയങ്കരമായിട്ട് ഇച്ചിനെസ്, ഭയങ്കര ചൊറിച്ചിലൊക്കെ ഫീൽ ചെയ്തു വരും. അത് നോർമലി പണ്ടൊക്കെ നമ്മൾ ക്ലിയോപാട്ര എന്ന് പറഞ്ഞ സുന്ദരി പുള്ളിക്കാരി, നമ്മള് പണ്ട് തൈര് അതൊക്കെയായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അപ്പം അത് യൂസ് ചെയ്യുമ്പോൾ ഇറിറ്റേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് തൈരിൽ നിന്നുള്ള ഡെറിവേറ്റീവ് ആയ ലാക്റ്റിക് ആസിഡ് ചേർന്ന ക്രീമുകൾ ഇപ്പൊ ഫീൽഡിൽ വരുന്നു. അല്ലെങ്കിൽ ഇതുപോലെ അന്ന് യൂസ് ചെയ്തിരുന്ന സാധനങ്ങളുടെ ഡെറിവേറ്റീവ്സ് ആണ് നമ്മളിപ്പോ യൂസ് ചെയ്യുന്നത്. അത് സ്കിന്നിന്റെ pH ആയിട്ട് ചേർന്ന്, സ്കിന്നിന് എപ്പോഴും ആസിഡിക് pH, അപ്പൊ അതിലേക്ക് നമ്മൾ ആൽക്കലി ചേർന്ന സാധനങ്ങൾ ആ സ്കിന്നിന്റെ pH ആയിട്ട് ചേരാത്തൊരു സാധനം വരുമ്പോഴാണ് അവിടെ റിയാക്ഷൻസ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നോക്കുവാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരുപാട് ഈ സ്കിൻ കെയർ ടിപ്സ് ഒക്കെ കാണുന്നുണ്ടല്ലേ. ഈ കോവിഡിന് ശേഷം ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ഇതുപോലെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ടിപ്സ് ഒക്കെ പറയുന്നുണ്ട്. സ്കിൻ കെയർ പെട്ടെന്ന് നമുക്ക് ടാൻ മാറ്റാം, അതുപോലെ നമുക്ക് പെട്ടെന്നുള്ള ആക്നീസ് ഒക്കെ നമുക്ക് മാറ്റിക്കളയാം എന്നൊക്കെ പറഞ്ഞ് ചെറിയ കോണ്ടന്റ് ഇടുന്നുണ്ട്. അപ്പൊ ഇതിൽ ഡോക്ടർ കണ്ടതിൽ ഏറ്റവും മിസ്ലീഡിംഗ് ആയിട്ട് തോന്നിയ, ഏറ്റവും ഇത് പൊട്ടത്തരമാണ് എന്ന് തോന്നിയ ഒരു കോണ്ടന്റ് എന്തായിരിക്കും? ഞാൻ കണ്ടൊരു ന്യൂസും എനിക്ക് ഏറ്റവും കൂടുതൽ അതിനെക്കുറിച്ചൊരു റെഫറൻസ് വന്നൊരു കേസ്, ഒരു സംഭവമാണ്. അപ്പൊ നമ്മൾ താരനെ കുറിച്ച് പറയുന്നു. താരൻ പ്യോർലി, ഞാൻ പഠിച്ചെടുത്ത് വെച്ചിട്ട് താരൻ പ്യോർലി ഒരു ഫംഗൽ ഇൻഫെക്ഷൻ മാത്രമാണ്. തല എന്ന് പറയുന്നത് സ്കാൽപ്പ് കുറെ എണ്ണ ഉണ്ടാക്കും. സ്കാൽപ്പിൽ നമ്മൾ എണ്ണ ഇട്ടില്ലെങ്കിൽ പോലും തലയൊട്ടി സ്വന്തമായിട്ട് സിബം എന്ന് പറഞ്ഞ എണ്ണ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഈ എണ്ണ വരുമ്പോൾ ചുറ്റുപാടുള്ള പൂപ്പൽ, ഈർപ്പം നിൽക്കുമ്പോൾ സാഹചര്യം വരുന്നതനുസരിച്ച് പൂപ്പൽ വരുന്നു. പൂപ്പല് തലയിലോട്ട് കോളനൈസ് ചെയ്യുമ്പോൾ സ്കിൻ റെസ്പോണ്ട് ചെയ്യുന്നതാണ് താരൻ പോലെ പൊടിഞ്ഞിളകുന്നത്. അപ്പൊ നോർമലി ഒരു പ്രായത്തിൽ എന്തായാലും താരൻ വരും. അഡോളസൻസ് ആകുമ്പോൾ ബോഡി എണ്ണ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയമാണ്. അപ്പം ഇതിന് പ്രത്യേകിച്ച് ഒരു റീസൺ പറഞ്ഞില്ല. ഇതിന്റെ മെയിൻ കാരണം, അപ്പൊ താരൻ ഉണ്ടാകാനുള്ള ബേസിക് കാരണം ഒന്ന് തലയിലെ ഓയിൽ പ്രൊഡക്ഷൻ, രണ്ടാമത് നമ്മുടെ സ്കിന്നിന്റെ ബാരിയർ ഇൻടാക്ട് അല്ല, തലയോട്ടിയിലെ സ്കിന്നിന്റെ ബാരിയർ ഇൻടാക്ട് അല്ല, മൂന്നാമത്തെ കാര്യം ഫംഗൽ കോളനൈസേഷൻ. അപ്പം നമ്മുടെ ഈ ഇമ്മ്യൂണിറ്റി കുറവ്, അങ്ങനെ ഇങ്ങനത്തെ കുറച്ച് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. ചെറിയൊരു കാര്യം, അവിടെ ആന്റി ഫംഗൽ ട്രീറ്റ്മെന്റ് കൊടുക്കുക, അല്ലെങ്കിൽ റെഗുലർ ആയിട്ട്
ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ താരൻ ക്ലിയർ ആവും. ബട്ട് ഒരു ഡോക്ടർ എവിടെയോ ഞാൻ FB-യിലോ ഒക്കെ വന്ന ഒരു വീഡിയോയിൽ വെച്ചിട്ട് താരൻ കുടലിന്റെ അസുഖം കാരണമാണ് ഉണ്ടാവുന്നത്. അപ്പം എനിക്കിതിന്റെ ഒരുപാട് എൻക്വയറി വന്നു. ആളുകൾ പേടിച്ചാട്ടാണ് വരുന്നത്, താരൻ കുടലിലെ പ്രശ്നം കാരണം. അപ്പൊ എനിക്ക് എന്തോ വയറിന് പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് താരൻ വരുന്നത്. ഇവരെന്തോ ഒരു വലിയ ആന്തരിക പ്രശ്നം പോലെയാണ് ഒരുപാട് വരുന്നത്. അപ്പൊ ഇതൊരു വലിയൊരു പ്രശ്നമായിട്ട് ആളുകൾ കണ്ടു, അതിനെ ഒരുപാട് പേടിക്കുന്നു. അപ്പൊ അതൊരു വളരെ ഒരു തെറ്റിദ്ധാരണ ആളുകളുടെ ഇടയ്ക്ക് ഇപ്പോഴും ഉണ്ട്. ഇത് ഒരെണ്ണം മാത്രമാണ്, ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഇത് വളരെ ഒരു മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിനിപ്പം എവിടെ നിന്ന് വന്നൊരു കൺസെപ്റ്റ് ആണെന്നറിയില്ല, പക്ഷെ നമ്മുടെ ഡെർമറ്റോളജിയിൽ പഠിക്കുമ്പോൾ ഇതിന് ഇൻഡസ്റ്റൈനുമായിട്ട് ഒരു ബന്ധവും പറയുന്നില്ല. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഈ യൂട്യൂബിലും അതുപോലെ തന്നെ FB-യിലൊക്കെ കാണുന്ന വീഡിയോസ്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന വീഡിയോസ് ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യണമെന്നല്ലേ? എപ്പോഴും നമ്മൾ ഒതന്റിക് സൈറ്റിൽ അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആണെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം കേൾക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ പലത് കേട്ടിട്ട് നമ്മൾ തന്നെ ബയാസ് ആയി പോകും, ഇതിൽ ഏതാണ് കറക്റ്റ് ഏതാണ് തെറ്റെന്നുള്ളത്. അപ്പൊ എപ്പോഴും ഇപ്പൊ ഞാൻ കേൾക്കില്ലെന്നല്ല പറയുന്നത്, നമ്മൾ കേൾക്കുമ്പോൾ ഞാനിപ്പോ വേറൊരു സബ്ജക്റ്റിലെ കേൾക്കുമ്പോൾ എപ്പോഴും ആ ഡോക്ടറിന്റെ ഡെസിഗ്നേഷൻ എന്താണ്, അല്ലെ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ എന്താണ്, അവരുടെ ഫീൽഡ് എന്താണ്. നമ്മളിപ്പോ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്. ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ ഒരു ഡെർമറ്റോളജിസ്റ്റ് ആണോ, അല്ലെങ്കിൽ ജസ്റ്റ് കോസ്മെറ്റോളജി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു MBBS ഒരു MD ഉള്ള ഒരു ഡോക്ടർ അല്ല കോസ്മെറ്റോളജിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഡോക്ടറിന്റെ ഡിഗ്രി അനലൈസ് ചെയ്തിട്ട് മാത്രം എപ്പോഴും ഒരു ടോക്ക് കേൾക്കുമ്പോൾ എപ്പോഴും അല്ലെങ്കിൽ നമ്മൾ കൺസൾട്ട് ചെയ്യാൻ പോകുമ്പോഴും ഡോക്ടറിന് ഒരു MBBS അല്ലെങ്കിൽ ഒരു ഡിപ്ലോമയോ അല്ലെങ്കിൽ ഒരു DNDയോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം ഒരു ഡെർമറ്റോളജിസ്റ്റ് ആവുന്നു. എല്ലാ കോസ്മെറ്റോളജിസ്റ്റും ഡെർമറ്റോളജിസ്റ്റ് ആയിരിക്കില്ല. അടുത്തൊരു ക്യൂരിയോസിറ്റി നിറഞ്ഞ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് നമ്മളിപ്പോ ഈ സ്കിൻ കെയർ അല്ലെങ്കിൽ ഈ ഒരു സ്കിൻ ട്രീറ്റ്മെന്റിനായിട്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണുമ്പോഴായിരിക്കും മനസ്സിലാകുന്നത് അവരെത്ര മനോഹരമായിട്ടാണ്, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവരുടെ സ്കിന്ന് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. സോ അതൊരു ക്യൂരിയോസിറ്റി ആണ്. ഹാവ് യു മെയിൻറ്റെയിൻഡ് എ പ്രോപ്പർ സ്കിൻ കെയർ റൂട്ടീൻ? യൂഷ്വലി സ്കിൻ കെയർ എല്ലാവരും ഇപ്പൊ നമ്മള് പറയുമ്പം നമുക്കിപ്പോ അത്യാവശ്യം സ്കിന്നിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളും കൂടെ അറിയാം. നോർമലി ഒരാളെക്കാളും കൂടുതൽ നമ്മൾ സ്കിന്നിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നത്, നമ്മൾ ഇൻഡെപ്ത് പഠിക്കുമ്പോൾ നമുക്കറിയാം ഈ സ്കിൻ ക്യാൻസേഴ്സ്. ഇപ്പൊ സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്യുമ്പോൾ എന്റെ മനസ്സിലറിയാം സ്കിൻ ക്യാൻസർ നമ്മൾ കുറച്ച് കണ്ടിട്ടുമുണ്ട്. സ്കിൻ ക്യാൻസർ ഇച്ചിരി ഏജ് ആയിട്ടുള്ള നമ്മൾ ബയോപ്സി ചെയ്തപ്പോൾ എനിക്ക് ഈയിടെ ഒരു സ്കിൻ ക്യാൻസർ പേഷ്യന്റ് വന്നു. ഒന്നുമില്ല, ഒരു എസിംറ്റമാറ്റിക് ആയിട്ട് മുഖത്ത് ഒരു കറുത്തൊരു പാട് മാത്രമായിരുന്നു. ബയോപ്സി ചെയ്തപ്പോൾ അത് ക്യാൻസർ ആയിരുന്നു. അവസാനം ഫ്ലാറ്റ് സർജറി ചെയ്തു, പ്ലാസ്റ്റിക് സർജറി ചെയ്തു. അപ്പം അപ്പം നമുക്കറിയാം ഇതും കെയർ ചെയ്യേണ്ട കാര്യമാണ്. ഇവിടെ ഞാൻ കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഏജിങ് ആവാൻ നമുക്കും താല്പര്യമില്ല, നമുക്കും പെട്ടെന്ന് പ്രായമാവാൻ താല്പര്യമില്ല. നമ്മളും കുറച്ച് കെയർ ചെയ്താൽ നമുക്ക് യങ് ആയിട്ട് ഇരിക്കാൻ പറ്റും, അല്ലെങ്കിൽ കെയർ ചെയ്താൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ, വളരെ മിനിമൽ കാര്യങ്ങളേ ഉള്ളൂ. അതുപോലെ തന്നെ ഞാനും കുറച്ച് വായിച്ചപ്പോൾ പണ്ട് നമ്മളും ഇതുപോലെ കടലമാവും മഞ്ഞപ്പൊടിയും ഒക്കെ തേക്കുന്ന ആളുകളായിരുന്നു. പക്ഷെ ഇപ്പം ഇതിനകത്ത് റിയാക്ഷൻസ് പലതും. എനിക്ക് വന്ന പേഷ്യന്റ് ഈ കറ്റാർ വാഴ വന്ന റിയാക്ഷൻ വന്ന പേഷ്യന്റ്, ബീറ്റ്റൂട്ട് ചുരുട്ടി തേച്ച് റിയാക്ഷൻ വന്ന പേഷ്യന്റ്, അരിമാവ് മുഖത്ത് തേച്ച് റിയാക്ഷൻ വന്ന പേഷ്യന്റ്, എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പൊ എനിക്കിത് കാണുമ്പോൾ നമുക്കിത് അറിയാൻ പറ്റും. നമ്മൾ പലരെയും കാണുന്നു, ഇത് ചെയ്തുകൂടാന്നുള്ളത് പ്രാക്ടിക്കലി നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നു. നമ്മൾ യൂസ് ചെയ്ത് കൊടുക്കുന്ന പ്രൊഡക്ട്സിനൊന്നും വലിയ പ്രശ്നം വരുന്നില്ല. പേഷ്യൻസിന് റെസ്പോൺസ് ഉണ്ട്, ആളുകൾ എന്തുമാത്രം ചേഞ്ച് വന്നു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമ്മളും ഇതൊക്കെ യൂസ് ചെയ്താൽ നമ്മളും ബെറ്റർ ആയിട്ടിരിക്കും, ചേഞ്ചസ് വരുത്താൻ പറ്റും എന്ന് മനസ്സിലാക്കി പേഴ്സണലി മനസ്സിലാക്കുമ്പോൾ നമ്മളിതെല്ലാം ചെയ്യാൻ നമുക്കും തോന്നാറുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ഒരു മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ഈ ഇൻസ്റ്റന്റ് ബ്രൈറ്റനിങ് ക്രീംസ് ഒരുപാട് സെയിൽ നടക്കുന്ന ഒരു കാലമാണല്ലേ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ വെളുത്തിട്ട് പാറ എന്നൊക്കെ പറയുന്ന ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് ഫേമസ് ആയ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഇൻസ്റ്റന്റ് ബ്രൈറ്റനിങ് ക്രീംസ് ആക്ച്വലി സ്കിൻ ഡാമേജ് ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് അല്ലേ? ശരിയാണ്. ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റനിങ് ക്രീംസിൽ ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റന്റ് ബ്രൈറ്റനിങ് എന്ന് പറയുമ്പോൾ എപ്പോഴും അതൊരു ടെമ്പററി ഇഫക്റ്റ് മാത്രം. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്ന കുറച്ച് പാർട്ടിക്കിൾസ് ഉണ്ട് അങ്ങനത്തെ ക്രീംസിൽ, മൈക്ക അല്ലെ പേള് പോലത്തെ പാർട്ടിക്കിൾസ്. ഇതിന് ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുമ്പോൾ ഒരു ടെമ്പററി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഇല്യൂഷൻ മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നത്. എപ്പോഴും നമ്മുടെ തിയറി അനുസരിച്ച് എപ്പോഴും സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. സ്ലോ ആക്ഷൻ വരുന്ന ഓവർ ദ ടൈം നമുക്ക് റിസൾട്ട് കിട്ടുന്ന ലൈറ്റനിങ് ക്രീംസ്, സ്കിൻ ലൈറ്റനിങ് ക്രീം ചീത്തയാണെന്നല്ല പറഞ്ഞത്, സ്ലോ റിസൾട്ട് കിട്ടുന്ന സ്കിൻ ലൈറ്റനിങ് ക്രീംസ് ആണ് നല്ലത്. അത് എപ്പോഴും ഒരു മെക്കാനിസം വെച്ചിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓവർ ദ പീരീഡ് ഓഫ് ടൈം അത് നമ്മുടെ സ്കിന്നിന്റെ ടോണിനെയും ടെക്സ്ചറിനെയും സ്കിന്നിന്റെ ഹെൽത്തിനെ തന്നെ കൂട്ടത്തേ ഉള്ളൂ. അപ്പൊ ഇങ്ങനത്തെ നമ്മൾ ഡെർമറ്റോളജിസ്റ്റ് കൊടുക്കുന്ന സ്കിൻ ലൈറ്റനിങ് ക്രീംസ് കുറച്ച് മെക്കാനിസം ഉണ്ട്. അത് ഈ മെലനിൻ എന്ന് പറയുന്ന കറുത്ത പിഗ്മെന്റ് ഉണ്ടാക്കുന്ന പ്രൊഡക്ഷനെ കുറയ്ക്കുക, അതല്ലെങ്കിൽ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്ത് കളയുക, ഡാർക്ക് ഔട്ടർ ലെയർ ഉള്ള സ്കിന്നിനെ കളയുക. മൂന്നാമത്തെ ആക്ഷൻ ആന്റി ഓക്സിഡന്റ് ആക്ഷൻ ഉള്ള വൈറ്റമിൻ സി ഒക്കെ ചേർന്ന ക്രീമുകളാണെങ്കിൽ ഈ ചീത്ത ഫ്രീ റാഡിക്കൽസ് പോലത്തെ സ്കിന്നിനുള്ള സാധനങ്ങൾ നശിപ്പിച്ച് കളയും. ഇങ്ങനെയാണ് അവരുടെ ലൈറ്റനിങ് ആക്ഷൻ വരുന്നത്. ഇത് ഓവറോൾ ഒരു നല്ല ആക്ഷനാണ്. നമ്മുടെ സ്കിൻ ലൈറ്റനിങ് ഏജൻസ് ഗ്ലൂട്ടാത്തൈൻ പോലത്തെ സാധനം, അല്ലെ കൊജിക് ആസിഡ്, അല്ലെ വൈറ്റമിൻ സി, ആർബ്യൂട്ടിനിൻ, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇങ്ങനെയായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇൻസ്റ്റന്റ് ബ്രൈറ്റനിങ് ക്രീംസിലൊക്കെ ഉള്ള കണ്ടന്റ് എന്ന് വെച്ചാൽ മെർക്കുറി പോലത്തെ കണ്ടന്റ്, ഹൈഡ്രോക്യൂനോൺ, സ്റ്റിറോയിഡ്, ഇതിനെല്ലാം സൈഡ് എഫക്ട്സ് ഉണ്ട്. അപ്പൊ മെർക്കുറി ഒക്കെ ആണെങ്കിൽ ഒരു ബോഡിയിൽ നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കാം, പക്ഷെ അത് ബ്ലഡിലേക്ക് അബ്സോർബ് ആയി
നമ്മളെ ബ്ലഡിൽ ചെന്നു, കിഡ്നിയിലെത്തി, കിഡ്നി ഡാമേജ് ആയി. അപ്പൊ ഈയിടെ ഒരു വിഷയമായ കേസ് ഉണ്ടായിരുന്നു, മെർക്കുറിയുടെ കണ്ടന്റ് ക്രീമിൽ കിഡ്നിയിൽ കണ്ടെത്തിയതായിട്ട്. അപ്പം നമ്മൾ ലോങ് ടേം കുറച്ചാൽ ഇട്ട് കഴിയുമ്പോൾ എല്ലാം നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ കൂടെ എത്തി നമ്മുടെ ഓർഗൻസിൽ എത്തും. മെർക്കുറി ബോഡിയിൽ എത്തി കഴിയുമ്പോൾ ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് വരാം, സൈക്കാട്രിക്കൽ ഇഷ്യൂസ് വരാം, കിഡ്നിക്ക് പ്രോബ്ലംസ് വരാം. പിന്നെ ഹൈഡ്രോക്വിനോൺ പോലത്തെ കണ്ടന്റ് ചേർന്ന ക്രീമുകളാണെങ്കിൽ ഹൈഡ്രോക്വിനോൺ ഇടുമ്പോൾ ഉടനെ നല്ല വെളുക്കും, നമുക്ക് ലോങ് ടേം ഇടാൻ അങ്ങോട്ട് തോന്നും. ഒരു 2-3 മാസമൊക്കെ ഇട്ട് കഴിയുമ്പം ഒരു ഇറിവേഴ്സിബിൾ ഡാർക്കനിങ്, ഒക്രോണോസിസ് എന്ന് പറഞ്ഞ ഡാർക്കനിങ്ങിലേക്ക് അത് എത്തിച്ചേരുന്നത്. അപ്പം അതും ലോങ് ടേമിലൊന്നും യൂസ് ചെയ്യില്ല. ഹൈഡ്രോക്വിനോൺ നമ്മൾ കൊടുക്കില്ലെന്നല്ല, എപ്പോഴും ഷോർട്ട് ടേം ഒരു കൺട്രോൾഡ് ആയിട്ട് 1 month അല്ലെങ്കിൽ 2 months, അതിനപ്പുറം നമ്മൾ കൊടുക്കില്ല. മൂന്നാമത് സ്റ്റിറോയിഡ് ചേർന്ന ക്രീമുകൾ. സ്റ്റിറോയിഡ് പോലെ ഇൻസ്റ്റന്റ് വൈറ്റനിങ് ഉണ്ടാക്കും, ഇട്ട് നിർത്താൻ പറ്റില്ല, നിർത്തി കഴിഞ്ഞാൽ വീണ്ടും കറുത്ത് വരും. അപ്പം പിന്നെയും കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറ്റും സ്കിന്ന് തിന്നായി പോകും, സ്കിന്നിൽ കൂടെ ബ്ലഡ് വെസൽസ് എല്ലാം തെളിഞ്ഞു കാണും, സ്കിന്നിൽ രോമവളർച്ച ഉണ്ടാവും, സ്കിന്നിൽ കുരുക്കളുണ്ടാവും. ഇതെല്ലാം സൈഡ് എഫക്ട്സ് ഉണ്ടാവുള്ളൂ. ലോങ് ടേം ഇടാനൊന്നും കൊള്ളില്ല. പിന്നെ ഇന്റേണൽ ഡാമേജസും വരും. എപ്പോഴും സ്ലോ റിസൾട്ട് തരുന്ന വൈറ്റനിങ് ക്രീംസ് ആണ് നല്ലത്. എപ്പോഴും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്ന സ്കിൻ ലൈറ്റനിങ് ക്രീംസ് ആയിരിക്കും നല്ലത്. ഇത് വളരെ ഡേഞ്ചറസ് ആയ ഒരു സിറ്റുവേഷൻ ആണല്ലേ. കാരണം ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഒരുപാട് ബോയ്സ് കണ്ടിട്ടുണ്ട് പെട്ടെന്ന് വെളുത്തിരിക്കുന്ന കുറെ കുട്ടികളെ. അപ്പം ഞാൻ കരുതിയിട്ടുണ്ട് എന്തായിരിക്കും ഇവര് കുറച്ചുനാൾ വരെ ഓക്കെ ആയിരുന്നല്ലോ, ഇപ്പൊ എന്ത് പറ്റി? കാരണം അവരുടെ ചീക്സ് ഒക്കെ മനസ്സിലാവും, കണ്ണിന് താഴേക്ക് മനസ്സിലാവും, ഒരു റെഡ് കളർ റെഡിഷ് നമുക്ക് ഫീൽ ചെയ്യാം. കാരണം ഇത് നമ്മൾ ടോപ്പിക്കൽ സ്റ്റിറോയിഡ് ഡാമേജ് ഫേസ് എന്ന് പറഞ്ഞൊരു എൻറ്റൈറ്റി തന്നെയുണ്ട്, അങ്ങനത്തെ കണ്ടീഷൻ തന്നെയുണ്ട്. സ്റ്റിറോയിഡ് മുഖത്തിട്ടിട്ട് മുഖം നമുക്ക് കാണുമ്പോഴേ അറിയാം, കാണുമ്പോൾ മുഖം നല്ല ചുമന്നിരിക്കും, മുഖത്തുള്ള രോമം പ്രത്യേക ടൈപ്പിലുള്ള രോമമായിരിക്കും. ഒരു ടോപ്പിക്കൽ സ്റ്റിറോയിഡ് ഡാമേജ് TSDS എന്നാണ് പറയുന്നത് തന്നെ. അത്രത്തോളം സ്റ്റിറോയിഡിന്റെ യൂസുകൾ വന്നിട്ടുണ്ട്, മിസ്യൂസ് തന്നെ. എന്തായാലും ഒരു നല്ല ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് മാത്രം ഈ ഒരു സ്കിൻ ബ്രൈറ്റനിങ് ക്രീംസ് ഒക്കെ നമ്മൾ എന്താ ചൂസ് ചെയ്യാം അല്ലേ? അപ്പോൾ നമ്മൾ ഈ സ്കിൻ ബ്രൈറ്റനിങ്ങിന് ഇതുപോലെ നമ്മൾ ഒരുപാട് ഇൻസ്റ്റന്റ് ക്രീംസിന് പകരം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരുപാട് സൂപ്പർ ഫുഡ്സ് ഉണ്ടല്ലേ? അപ്പോൾ അത് ഏതൊക്കെയാണ് മാം? ഒന്ന് സ്കിൻ ബ്രൈറ്റനിങ് ഫുഡ് എന്ന് പറയുമ്പോൾ ഇപ്പൊ എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാവരും വെളുക്കാൻ വേണ്ടി ഗ്ലൂട്ടാത്തൈൻ കഴിക്കുന്ന കാലമാണ്. അപ്പം ഗ്ലൂട്ടാത്തൈൻ ശരിക്കും ആൾക്കും അറിയില്ലാത്തൊരു കാര്യമാണ്. ഗ്ലൂട്ടാത്തൈൻ നമ്മൾ നാച്ചുറലി നമ്മുടെ ബോഡിയിലുള്ള ഒരു സാധനമാണ്. 3 അമിനോ ആസിഡ് ചേർന്ന് നമ്മുടെ ബോഡിയിൽ നാച്ചുറലി ഉള്ള സാധനം. അപ്പം ഗ്ലൂട്ടാത്തൈൻ പല ഫുഡുകളിൽ നിന്ന് തന്നെ നമുക്ക് ഒരു കോമ്പിനേഷനിലൊക്കെ എടുക്കുമ്പോൾ നമ്മൾ നാച്ചുറലി ബോഡിയിൽ ഉണ്ടായി വരും. ഒരുപാട് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ എടുക്കാം. അപ്പം വൈറ്റമിൻ സി എന്ന് വെച്ചാൽ സിട്രസ് ഫ്രൂട്ട്സ്, ബെറീസ്, സ്ട്രോബെറി പോലത്തെ ബെറീസ് ഒക്കെ എടുക്കുമ്പോൾ ഇതെല്ലാം വൈറ്റമിൻ സി റിച്ച് ആണ്. ഇവർ കൊളാജന്റെ പ്രൊഡക്ഷനെ കൂട്ടും. കൊളാജൻ വരുമ്പോൾ നമുക്കറിയാം സ്കിൻ നല്ല ടൈറ്റ് ആയിട്ടിരിക്കുന്നു, സ്കിൻ കൂടുതൽ ബ്രൈറ്റ് ആയിട്ടിരിക്കും. പിന്നെ അതുപോലെ തന്നെ വൈറ്റമിൻ സി വരുമ്പോൾ നമുക്ക് സ്കിൻ പ്രൊട്ടക്ഷൻ ഫ്രം സൺ ഡാമേജിന് പ്രൊട്ടക്ട് ചെയ്യും. അതുപോലെ തന്നെ ഹൈഡ്രേഷൻ, വെള്ളത്തിന് തന്നെ കുറച്ച് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും സ്കിന്ന്. ഒന്ന് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡ്. പിന്നെ ലീഫി വെജിറ്റബിൾസ് എടുക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് വൈറ്റമിൻ എ, വൈറ്റമിൻ ഇസഡ് ഒക്കെ ഉണ്ട്. വൈറ്റമിൻ എ എപ്പോഴും ഒരു സ്കിന്നിനെ റിപ്പയർ ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇലാസ്റ്റിക് ആയിട്ടിരിക്കും സ്കിന്ന്. മൂന്നാമത്തെ കാര്യം സ്വീറ്റ് പൊട്ടറ്റോസ്, മധുരക്കിഴങ്ങ് പോലത്തെ സാധനങ്ങളിൽ ബീറ്റാ കാരോട്ടിന്റെ കണ്ടന്റ് കൂടുതലാണ്. ബീറ്റാ കാരോട്ടിന് അതുപോലെ സൺ പ്രൊട്ടക്ഷൻ തരുന്ന ഒരു സാധനമാണ്. പിന്നെ നാലാമതായിട്ട് ഫാറ്റി ഫിഷുകൾ, മീനാണ് എപ്പോഴും നല്ലത്. അത് കൂടുതൽ ഇൻഫ്ലമേഷൻ, നമ്മുടെ ഒരു വീക്കം കുറച്ച് സ്കിന്നിനെ കൂടുതൽ ഹെൽത്തി ആയിട്ട് വെക്കും. പിന്നെ നാലാമതായിട്ട് നമ്മള് നട്ട്സ് പോലത്തെ സാധനങ്ങൾ, അതുപോലെ അവോക്കാഡോ പോലത്തെ സാധനങ്ങൾ. അവോക്കാഡോ എന്ന് വെച്ചാൽ ഹെൽത്തി ഫാറ്റ് ആണ്, കൂടുതൽ സ്കിന്നെ ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കും. പിന്നെ ഉള്ളത് നമ്മൾ കുക്കുംബർ, വാട്ടർ കണ്ടന്റ് കൂടുതലുള്ള സാധനങ്ങൾ എപ്പോഴും മെലനിനെ കുറയ്ക്കും. പിന്നെ നമ്മുടെ ഗ്രീൻ ടീ നല്ലതാണ്, ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള സാധനമാണ്. പിന്നെ കൂടുതൽ എപ്പോഴും വെജിറ്റബിൾസ്, എനി കൈൻഡ് ഓഫ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് കഴിക്കാം. പിന്നെ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. ഒരു 3-4 liters ഓഫ് വാട്ടർ എടുക്കുക. പിന്നെ പംകിൻ സീഡ്, അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. പിന്നെ ക്യാരറ്റ്, ബീറ്റ്റൂട്ട് പോലത്തെ സാധനങ്ങൾ, ഇതിലൊക്കെ ല്യൂക്കോപ്പീൻ, ടൊമാറ്റോ പോലത്തെ സാധനങ്ങൾ, ഇതിലൊക്കെ ല്യൂക്കോപ്പീൻ എന്ന് പറയുന്ന സാധനമുണ്ട്. ഇതെല്ലാം ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. പിന്നെ വാട്ടർ ആണ് മെയിൻ കാര്യം. പിന്നെ സ്കിന്നെ ഹെൽത്തി ആയിട്ട് വെക്കാൻ അഡിക്വേറ്റ് ഹൈഡ്രേഷൻ, ഒരു സഫീഷ്യന്റ് സ്ലീപ്പ് വേണം. പിന്നെ മെഡിറ്റേഷൻ പോലത്തെ സാധനങ്ങൾ ചെയ്യുന്നത്, ഇതൊക്കെയാണ് അത് ഹെൽത്തി ആയിട്ട് സ്കിന്നിനെ വെക്കാനായിട്ട്. അപ്പൊ എന്തായാലും ഈ ഒരു സ്കിൻ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സ്ത്രീകൾ മാത്രം ചെയ്യുന്ന കാര്യമല്ല, ഇപ്പൊ പുരുഷന്മാരും ഒരുപാട് പേര് ഈ ഒരു രംഗത്ത് തിരിഞ്ഞിട്ടുണ്ട്. കാരണം അവർക്ക് കൺസേൺ ആണ് അവരുടെ സ്കിന്നിനെ പറ്റി അല്ലേ? അപ്പൊ എന്തായാലും ഈ ഒരു കാര്യം ഒരു ജനറൽ ഡിസ്ക്രിമിനേഷൻ ഒന്നും ഇല്ലാതെ മുൻപോട്ട് ചെയ്യുക, മനോഹരമായിട്ട് സ്കിന്നെ സൂക്ഷിക്കുക അല്ലേ? അപ്പൊ എന്തായാലും സന്തോഷം മാം, ഇത്രയും ചെറിയ സമയം കൊണ്ട് ഇത്രയധികം വിവരങ്ങൾ നമ്മോട് ഷെയർ ചെയ്തതിനും ആൻഡ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്നതിനും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരുപാട് ഇൻഫോർമേഷൻ ആയിട്ട് ഞാൻ ഇനിയും ലൗഡ് സ്പീക്കറിൽ വരുന്നതാണ്. ടിൽ ദെൻ, ദിസ് ഈസ് RJ ശ്രീശാന്ത് സൈനിങ് ഓഫ്. നാളെയുടെ കരുത്ത് ഇന്നത്തെ ആരോഗ്യമാണ്. ലൗഡ് സ്പീക്കറിൽ കേൾക്കാം ഹെൽത്തി ടിപ്സ് എല്ലാ ചൊവ്വാഴ്ചയും ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ 4 മണി വരെ ആശ്രയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.